മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര ഇനി നടക്കില്ല. ഈ മേഖലയിലുള്ള വഴിക്ക് മദ്രാസ് ഹൈക്കോടതി പൂട്ടിട്ടതോടെയാണ് മസിനഗുഡി വഴിയുള്ള ഊട്ടി യാത്രയ്ക്ക് ലോക്ക് വീണിരിക്കുന്നത്. മാത്രമല്ല, ഹൈക്കോടതിയുടെ തീരുമാനം വയനാട് ടൂറിസം മേഖലയ്ക്കും വലിയ രീതിയിലുള്ള തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. ആളുകളുടെ തിരക്കും ചൂടും ജലക്ഷാമവും രൂക്ഷമായതോടെയാണ് കോടതി ഊട്ടിയിലേക്ക് പോകുന്നവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ ഇതിനെ തുടർന്ന് ബുദ്ധിമുട്ടിലായിരിക്കുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന വയനാട് ജില്ലയാണ്. നിലവിൽ വയനാട് വിനോദസഞ്ചാര മേഖല കടുത്ത പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ വയനാട്ടിലെ വിനോദസഞ്ചാര മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് അയൽ സംസ്ഥാനത്തെ കോടതി ഉത്തരവും കൂടി എത്തുന്നത്. ഇത് ഈ മേഖലയെ കൂടുതൽ തളർത്തുന്ന ഒന്നാണ് എന്നാണ് വിലയിരുത്തൽ. എക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടിയതോടെ വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. അതിനാൽ വയനാട്, ഊട്ടി എന്നീ സ്ഥലങ്ങളിലായി 2 ദിവസത്തെ ടൂർ പാക്കേജിലാണ് പലരും വയനാട്ടിലേക്ക് എത്തിയിരുന്നത്. പുതിയ നിയന്ത്രണം വന്നതോടെ ഊട്ടിയിലേക്ക് പോകാൻ ആളുകൾ മടിക്കുകയാണ്. ഇത് വയനാടിനെയും മോശമായി ബാധിച്ചിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ കാരണം വിനോദസഞ്ചാരികൾ വയനാടിനെയും പതുക്കെ ഒഴിവാക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. മെയ് 7 മുതൽ ജൂൺ 30 വരെയാണ് നിയന്ത്രണം. ഇ പാസ് ഉള്ളവരെ മാത്രമേ ഊട്ടിയിലേക്ക് കടത്തിവിടാൻ പാടുള്ളൂ എന്നാണ് കോടതി ഉത്തരവ്. വന്യമൃഗ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടാണ് വയനാട്ടിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ പൂട്ടിയത്. ഇതോടെ വയനാട്ടിലെ പ്രധാന ആകർഷക കേന്ദ്രങ്ങളായ 7ഓളം വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് പൂട്ടിക്കിടക്കുന്നത്. മിക്കപ്പോഴും 2 ദിവസം കണക്കുകൂട്ടി വയനാട്ടിലെത്തുന്ന സന്ദർശകർ 1 ദിവസമാക്കി വെട്ടിച്ചിരിക്കുന്നതും പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ്. തെക്കൻ ജില്ലകളിൽ നിന്ന് വയനാട്ടിലേക്ക് വരുന്നവർ മുമ്പ് 2 ദിവസവും വയനാട്ടിൽ സമയം ചെലവഴിക്കാനാണ് എത്തിയിരുന്നത്. ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ പൂട്ടിയതോടെ വയനാട്ടിൽ നിന്നും ഊട്ടിയിലേക്കായി യാത്ര. തെക്കൻ ജില്ലക്കാർ രാത്രിയിൽ യാത്ര തുടങ്ങി പുലർച്ചെ വയനാട്ടിലെത്തി സന്ദർശനം നടത്തി രാത്രി വയനാട്ടിൽ തങ്ങി രാവിലെ ഊട്ടിയിലേക്ക് പോയിട്ട് വൈകിട്ട് മടങ്ങുന്നതായിരുന്നു രീതി. ഊട്ടിയിൽ റൂം വാടക കൂടുതലായതിനാൽ പല ടൂർ കമ്പനികളും വയനാടാണ് താമസത്തിന് തിരഞ്ഞെടുത്തിരുന്നത്. ഊട്ടിയിൽ നിയന്ത്രണം വരുന്നതോടെ വയനാട്ടിലേക്ക് മാത്രമായി സഞ്ചാരികൾ എത്താൻ സാധ്യത കുറവാണ്. പ്രധാന കാരണം വയനാട്ടിലെ പകുതിയോളം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടഞ്ഞു കിടക്കുന്നു എന്നത് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം 30% വയനാട്ടിൽ സഞ്ചാരികളുടെ കുറവ്. ഊട്ടിയിലെ നിയന്ത്രണം കൂടിയാകുമ്പോൾ അത് 50% എത്താനും സാധ്യത കൂടുന്നു. വിനോദസഞ്ചാരികൾ കൂട്ടത്തോടെ ഊട്ടിയിലേക്ക് കയറിയതോടെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഗതാഗതക്കുരുക്കാണ് ഉണ്ടായത്. ഗൂഡല്ലൂർ മുതൽ ഊട്ടി വരെ ഗതാഗതക്കുരുക്ക് നീണ്ടു. ഇതിനിടെ കടുത്ത വേനലും ടൂറിസത്തെ ബാധിച്ചിരിക്കുകയാണ്. പ്രധാനമായും ജലസ്രോതസ്സുകൾ വറ്റിയത് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ നഷ്ടം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഊട്ടിയിലെ ഡാമുകളുടെ അടിത്തട്ട് വരെ കാണാൻ സാധിക്കുന്ന അവസ്ഥയായി. തണുപ്പ് തേടി ഊട്ടിയിലെത്തിയവർ വെയിലേറ്റ് വാടിക്കരിയുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല, വെള്ളമില്ലാതായതോടെ ഹോട്ടലുകളുടെ പ്രവർത്തനവും താളം തെറ്റി. ഇതിനെല്ലാം പുറമെ വനമേഖലയായ ഊട്ടിയിലേക്ക് ആളുകളുടെ തള്ളിക്കയറ്റവും വാഹനപ്പെരുപ്പവും മൂലം പരിസ്ഥിതി പ്രശ്നങ്ങൾ രൂക്ഷമാകാനും തുടങ്ങി. ഇതോടെയാണ് കോടതി സഞ്ചാരികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. അവധി ദിനത്തിൽ ഊട്ടി സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികളുടെ തിരക്കിൽ ജില്ലയിൽ ജനജീവിതം പോലും തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവധി ദിനത്തിൽ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികളുടെ വാഹനങ്ങൾ നിരയായി ചുരമിറങ്ങുമ്പോൾ അപകടത്തിൽപ്പെടുന്നതും സ്ഥിരം സംഭവമായി മാറി. രാവിലെ ഗൂഡല്ലൂരിൽ നിന്ന് പുറപ്പെട്ടാൽ ഊട്ടിയിൽ എത്തുന്നത് അർദ്ധരാത്രിയിലായിരുന്നു. 20,000-ലധികം വാഹനങ്ങളാണ് പ്രതിദിനം ഊട്ടിയിലെത്തുന്നത്. പുതിയ നിയന്ത്രണം ഊട്ടിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണെങ്കിലും വിനോദസഞ്ചാരികൾക്കും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആശാവഹമല്ല. ഗൂഡല്ലൂർ വഴിയല്ലാതെ ഊട്ടിയിലേക്കുള്ള മറ്റൊരു വഴിയാണ് ബത്തേരി, ഗുണ്ടൽപേട്ട്, മസിനഗുഡി, ഊട്ടി. ഈ അടുത്ത കാലത്ത് പ്രസിദ്ധമായ മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയും നിയന്ത്രിക്കുന്നതോടെ വയനാടിനെയും നിയന്ത്രണം വലിയ രീതിയിൽ തന്നെ മോശമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ.